ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും ഒരു സ്പീക്കിംഗ് പ്രാക്ടീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വീഡിയോസ് കുറേ ചെയ്തിട്ടുണ്ട് മുൻപ്. അപ്പോൾ അതിനൊക്കെ വളരെയധികം നല്ല റെസ്പോൺസ് ആയിരുന്നു എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇത് ഞാൻ ബിഗിനേഴ്സ് ലെവലിൽ തൊട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന പോലെയാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് 3 എക്സസൈസസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതോടുകൂടി നമുക്ക് കുറേ ഇൻഫർമേഷൻസ്, കുറേ നോളജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുറേ പുതിയ വേർഡ്സുകളൊക്കെ പഠിക്കും. അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഫുൾ സ്റ്റോപ്പ് വരുന്നിടത്താണ് നിർത്തുന്നത്. അപ്പോൾ എല്ലാവരും ഞാൻ ഇംഗ്ലീഷിൽ ഓരോ സെൻറ്റൻസ് വായിക്കുമ്പോൾ എൻ്റെ കൂടെ വായിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? It rained continuously for 3-4 days in Kerala and the entire state was underwater in 2018. It rained continuously എന്ന് പറഞ്ഞാൽ എന്താ? തുടർച്ചയായി മഴ പെയ്തു. എത്ര ദിവസമാണ് അങ്ങനെ തുടർച്ചയായി മഴ പെയ്തത്? 3-4 days, 3-4 ദിവസങ്ങൾ. എവിടെയാണ് മഴ പെയ്തത്? ഇൻ കേരള, കേരളത്തിലാണ് മഴ പെയ്തത്. ആൻഡ് ദി എൻറ്റയർ സ്റ്റേറ്റ്, എൻറ്റയർ എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവൻ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലോ സംസ്ഥാനം. അപ്പോൾ ആൻഡ് ദി എൻറ്റയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ സംസ്ഥാനവും വാസ് അണ്ടർ വാട്ടർ. അണ്ടർ എന്ന് പറഞ്ഞാൽ കീഴിൽ. എന്തിൻ്റെ കീഴിൽ എന്നാണ് ഇപ്പോൾ പറഞ്ഞത്? അണ്ടർ വാട്ടർ, വെള്ളത്തിന് കീഴിലായി. എപ്പോഴാണ്? ഇൻ 2018. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? കേരളത്തിൽ 3-4 ദിവസം തുടർച്ചയായ മഴ പെയ്തു. 2018 സംസ്ഥാനം മുഴുവൻ വെള്ളത്തിനടിയിലായി എന്നാണ് ഇവിടെ പറഞ്ഞത്. ദി ഫിഷർമെൻ കെയിം ഇൻ ഹൺഡ്രഡ്സ് along with their fishing boats and proved the difference between life and death for thousands who were stranded in their homes. The fishermen എന്ന് പറഞ്ഞാൽ എന്താ? മത്സ്യത്തൊഴിലാളികൾ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ മെൻ എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് വരും, മാൻ ആണോ മെൻ ആണോ എന്ന്. അപ്പോൾ ഇവിടെ മെൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? മത്സ്യത്തൊഴിലാളികൾ എന്നാണ് പറഞ്ഞത്, ഫിഷർ മെൻ എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലായില്ലേ, മെൻ എന്ന് പറയുന്നത് പ്ലൂരലാണ്. അതായത് ഒന്നിൽ കൂടുതൽ പേരെ പറയുമ്പോഴാണ് നമ്മൾ മെൻ എന്ന് യൂസ് ചെയ്യുക. എന്നാൽ ഒരാളെക്കുറിച്ചാണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് മാൻ എന്നാണ്. അപ്പോൾ ദ ഫിഷർമെൻ കേം എന്ന് പറഞ്ഞാൽ കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. കം എന്ന് പറഞ്ഞാൽ വരിക, കേം എന്ന് പറഞ്ഞാലോ വന്നു. അപ്പോൾ ഇത് മുൻപ് നടന്നൊരു കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ കേം എന്ന് പറഞ്ഞത്. ഹൺഡ്രഡ്സ് എന്നിവിടെ ഉദ്ദേശിച്ചത് എന്താണ്? അപ്പോൾ നമ്മൾ ആ വേർഡിൻ്റെ മാത്രം മീനിങ് അല്ല, അപ്പോൾ 100 എന്നല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ദ ഫിഷർമെൻ കേം ഇൻ ഹൺഡ്രഡ്സ് എന്ന് പറഞ്ഞാൽ 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ വന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എലോങ് വിത്ത് ദെയർ എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് അവരുടെ കൂടെ വേറെ എന്തോ ഉണ്ടായിരുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എലോങ് വിത്ത് ദെയർ അവരുടെ ഫിഷിംഗ് ബോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? മത്സ്യബന്ധന ബോട്ടുകളുമായിട്ടാണ് അവർ വന്നത്. ആൻഡ് പ്രൂവ്ഡ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ തെളിയിച്ചു. എന്താണ് തെളിയിച്ചത്? അപ്പോൾ പ്രൂവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. പ്രൂവ് എന്ന് പറഞ്ഞാൽ തെളിയിക്കുക, പ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ തെളിയിച്ചു. എന്താണ് തെളിയിച്ചത്? ദ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസം. എന്തിൻ്റെ വ്യത്യാസമാണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതം, ഡെത്ത് എന്ന് പറഞ്ഞാലോ മരണം. ഫോർ തൗസൻഡ്സ് ഹൂ വർ സ്ട്രാൻഡഡ് ഇൻ ദെയർ ഹോംസ്. അതായത് ഇവിടെ എന്താ പറയുന്നത്? ഫോർ തൗസൻഡ്സ് എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന്. അപ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആയിരക്കണക്കിന് പേർക്ക് പ്രൂവ് ചെയ്തു, അതായത് തെളിയിച്ച് കാണിച്ചു കൊടുത്തു. എന്ത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത്? ജീവൻ്റെയും മരണത്തിൻ്റെയും വ്യത്യാസം അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ആര്? ഈ ഫിഷർമെൻ. അപ്പോൾ ഹൂ വർ സ്ട്രാൻഡഡ് ഇൻ ദെയർ ഹോംസ് എന്ന് പറഞ്ഞാലോ, സ്ട്രാൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടുക. അപ്പോൾ എവിടെയാണ് ഒറ്റപ്പെട്ടത്? ഇൻ ദെയർ ഹോംസ്. പലവരും അവരുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു. അതായത് ആ സമയത്ത് പലരും വീട്ടിൽ കുടുങ്ങിപ്പോയി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവർക്കൊരു ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആയിട്ട്, അതായത് അവരെ സഹായിക്കാൻ വന്ന കൈകൾ ആരുടെയായിരുന്നു? ഫിഷർമെന്നിൻ്റെ ആയിരുന്നു. വൺ ഓൾഡ് മാൻ ലിവ്ഡ് ഇൻ എ സ്മോൾ ഹൗസ് നിയർ എ റിവർ. വൺ ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ ഒരു വൃദ്ധൻ. ലിവ്ഡ് എന്ന് പറഞ്ഞാലോ ലിവിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ലിവ്ഡ് എന്ന് പറഞ്ഞാൽ താമസിച്ചു. എവിടെയാണ് താമസിച്ചത്? ഇൻ എ സ്മോൾ ഹൗസ്. സ്മോൾ ഹൗസ് എന്ന് പറഞ്ഞാൽ ചെറിയ വീട്. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. എ സ്മോൾ ഹൗസ് നിയർ എ റിവർ.
അപ്പോൾ ഒരു റിവർ എന്ന് പറഞ്ഞാൽ എന്താണ്? നദിയാണ്. അപ്പോൾ ഒരു നദിക്കടുത്തുള്ള ഒരു വീട്ടിലാണ്, ഒരു ചെറിയ വീട്ടിലാണ് ആ വൃദ്ധൻ താമസിച്ചിരുന്നത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹി വാസ് എ പുവർ മാൻ ആൻഡ് there wasn't any other houses near his house. He was a poor man എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ദരിദ്രനായിരുന്നു. പുവർ മാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പാവപ്പെട്ട ആളെന്നും പറയാം. ആൻഡ് there wasn't any other houses near his house. അപ്പോൾ എനി അതർ എന്നിവിടെ ഉദ്ദേശിച്ചത് എന്താണ്? വേറെ ഒറ്റ വീടുകളും, ഹൗസസ് എന്ന് പറഞ്ഞാൽ വീടുകൾ, നിയർ ഹിസ് ഹൗസ് അതായത് അയാളുടെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ there wasn't any എന്ന് പറഞ്ഞാലോ വേറെ ഒറ്റ വീടുകളും അയാളുടെ വീടിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് വാസ് റെയിനിങ് ആൻഡ് ദി ഓൾഡ് മാൻ ലുക്ക്ഡ് ഔട്ട് ഓഫ് ഹിസ് വിൻഡോ. He saw that the water was nearly up to his bedroom window. It was raining. മഴ പെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ മഴ പെയ്തു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദി ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ വൃദ്ധൻ എന്താ ചെയ്തത്? ലുക്ക്ഡ് ഔട്ട് ഓഫ് ഹിസ് വിൻഡോ. ലുക്ക്ഡ് എന്ന് പറഞ്ഞാൽ നോക്കി, ഔട്ട് എന്ന് പറഞ്ഞാലോ പുറത്ത്. ലുക്ക്ഡ് ഔട്ട് എന്ന് പറഞ്ഞാലോ പുറത്തോട്ട് നോക്കി. ഔട്ട് ഓഫ് ഹിസ് വിൻഡോ അതായത് ജനലിലൂടെ പുറത്തോട്ട് നോക്കി എന്നാണ് ഇവിടെ പറയുന്നത്. ഹി സോ എന്ന് പറഞ്ഞാൽ സീയുടെ പാസ്റ്റ് ടെൻസ് ആണ്. സീ എന്ന് പറഞ്ഞാൽ കാണുക, സോ എന്ന് പറഞ്ഞാലോ കണ്ടു. അപ്പോൾ ഹി സോ നോക്കിയപ്പോൾ എന്താ കണ്ടത്? ഹി സോ ദാറ്റ് ദ വാട്ടർ വാസ് നിയർലി അപ് ടു ഹിസ് ബെഡ്റൂം വിൻഡോ. അതായത് നിയർലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതാണ്ട്. അപ് ടു എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വരെ എന്നാണ്. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്നത്? അപ്പോൾ ഇവിടെ പറയാണ് ദ വാട്ടർ വാസ് വെള്ളം ഏതാണ്ട് ബെഡ്റൂം വിൻഡോ വരെ ആയിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബെഡ്റൂം വിൻഡോ എന്നത് ഉദ്ദേശിച്ചത് എന്താണ്? കിടപ്പുമുറിയുടെ ജനൽ വരെ എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ദി വാട്ടർ കെയിം അപ്പ് ആൻഡ് അപ്പ് and the old man went to the top floor of his house. The water came up and up അതായത് വെള്ളം വരുന്നത് കൂടിക്കൊണ്ടേയിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. And the old man went to the top floor. Went എന്ന് പറഞ്ഞാൽ ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, went എന്ന് പറഞ്ഞാൽ പോയി. എങ്ങോട്ടാണ് പോയത്? ടോപ്പ് ഫ്ലോർ അതായത് മുകൾ നിലയിലേക്ക് പോയി. ഓഫ് ഹിസ് ഹൗസ് അയാളുടെ വീടിൻ്റെ മുകൾ നിലയിലേക്ക് അയാൾ പോയി. Then the flood was worse and he went on to the roof. Then എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ the flood was worse അതായത് വെള്ളപ്പൊക്കം വഷളായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. He went on to the roof. അപ്പോൾ റൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? മേൽക്കൂരയാണ്. അപ്പോൾ he went on to the roof എന്ന് പറഞ്ഞാൽ അയാൾ മേൽക്കൂരയിലേക്ക് പോയി എന്നാണ് ഇവിടെ പറയുന്നത്. He thought, I don't know how to swim. What am I going to do if water rises above? He thought അയാൾ ആലോചിച്ചു. തിങ്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. തിങ്ക് എന്ന് പറഞ്ഞാൽ ആലോചിക്കുക. തോട്ട് എന്ന് പറഞ്ഞാലോ ആലോചിച്ചു. I don't know how to swim. സ്വിം എന്ന് പറഞ്ഞാൽ നീന്തുക. അപ്പം നോ എന്ന് പറഞ്ഞാലോ നോ എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പം ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്താണ് ഹൗ ടു സ്വിം, എങ്ങനെയാണ് നീന്തുക എന്ന്. അതായത് എനിക്ക് നീന്താൻ അറിയില്ല എന്നാണ് അയാൾ ആലോചിച്ചത്. വാട്ട് ആം ഐ ഗോയിങ് ടു ഡു ഇഫ് വാട്ടർ റൈസസ് എബവ്. വാട്ട് ഐ എം ഗോയിങ് ടു ഡു എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അയാൾ ആലോചിക്കുകയാണ്. എപ്പോൾ? ഇഫ് വാട്ടർ റൈസസ് എബവ്. റൈസസ് എന്ന് പറഞ്ഞാൽ ഉയരുക, എബവ് എന്ന് പറഞ്ഞാലോ മുകളിലോട്ട് ഉയർന്നാൽ അയാൾ എന്ത് ചെയ്യുമെന്ന് അയാൾ ഓർക്കുകയാണ്. ആഫ്റ്റർ സം ടൈം ദി ഓൾഡ് മാൻ സോ എ ബോട്ട്. ആഫ്റ്റർ സം ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് ദി ഓൾഡ് മാൻ സോ എ ബോട്ട്. വൃദ്ധൻ സോ എന്ന് പറഞ്ഞാൽ സീയുടെ പാസ്റ്റ് ടെൻസ് ആണ്. സോ എന്ന് പറഞ്ഞാൽ കണ്ടു. എന്താണ് കണ്ടത്? എ ബോട്ട്, ഒരു ബോട്ട് കണ്ടു. ഇറ്റ് കെയിം സ്ലോലി നിയർ ആൻഡ് ദി ഓൾഡ് മാൻ സോ 3 young men in it. ഇറ്റ് കെയിം സ്ലോലി നിയർ എന്ന് പറഞ്ഞാൽ സ്ലോലി എന്ന് പറഞ്ഞാൽ പതുക്കെ അല്ലെങ്കിൽ മെല്ലെ എന്ന് നമുക്ക് പറയാം. നിയർ എന്ന് പറഞ്ഞാലോ അടുത്ത്. കെയിം എന്ന് പറഞ്ഞാൽ വന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത്. അപ്പം എന്താ ഇവിടെ പറയുന്നത്? അത് മെല്ലെ അടുത്ത് വന്നു. അതായത് എന്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഇറ്റ് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് എന്തിനെ കുറിച്ചാണ്? ബോട്ടിനെ കുറിച്ചാണ്. ആൻഡ് ദി ഓൾഡ് മാൻ സോ 3 young men in it. അതായത് വൃദ്ധൻ 3 യുവാക്കളെ അതായത് 3 ചെറുപ്പക്കാരെ അതിൽ കണ്ടു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വി ആർ ഫിഷർമെൻ ബട്ട് വി ആർ ഹിയർ ടു റെസ്ക്യൂ യു, വൺ ഓഫ് ദി മെൻ സെഡ്. വി ആർ ഫിഷർമെൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. ബട്ട് വി ആർ ഹിയർ ടു റെസ്ക്യൂ യു. ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ, വി ആർ ഹിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഉള്ളത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു റെസ്ക്യൂ യു. റെസ്ക്യൂ യു എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്താൻ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രക്ഷിക്കാൻ, രക്ഷപ്പെടുത്താൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ റെസ്ക്യൂ യു എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കാൻ.
വൺ ഓഫ് ദി മെൻ സെഡ്, അതായത് ഫിഷർമെന്നിലെ മത്സ്യത്തൊഴിലാളികളിലെ ഒരാൾ പറഞ്ഞു, ദി ഓൾഡ് മാൻ വാസ് റിലക്റ്റൻറ്റ് ടു ഗോ വിത്ത് ദം. അപ്പോൾ ഇവിടെ ഓൾഡ് മാൻ വാസ് റിലക്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾഡ് മാൻ, വൃദ്ധൻ, വിസമ്മതിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ മടിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. എന്തിനാണ്? ടു ഗോ വിത്ത് ദം, അവരുടെ കൂടെ പോകാൻ അയാൾ വിസമ്മതിച്ചു. റെസ്ക്യൂ ടീം ആസ്ക്ഡ് ഹിം സെവറൽ ടൈംസ് ടു ഗെറ്റ് ഇൻ ടു ദ ബോട്ട് ബട്ട് ഹീ ഡിഡ്ന്റ് കെയർ. ദ റെസ്ക്യൂ ടീം ആസ്ക്ഡ് ഹിം സെവറൽ ടൈംസ്, അതായത് റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷാപ്രവർത്തകർ. ആസ്ക്ഡ് ഹിം സെവറൽ ടൈംസ് എന്ന് പറഞ്ഞാൽ, ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നാണ്. ഇവിടെ പക്ഷെ അർത്ഥം വരുന്നത് പറഞ്ഞു എന്നാണ്. എന്താണ് പറഞ്ഞത്? സെവറൽ ടൈംസ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്, അതായത് പലവട്ടം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ടു ഗെറ്റ് ഇൻ ടു ദ ബോട്ട്, ബോട്ടിലോട്ട് കയറാൻ പറഞ്ഞു. ബട്ട് ഹീ ഡിഡ്ന്റ് കെയർ, പക്ഷേ അയാളത് കാര്യമാക്കിയില്ല അല്ലെങ്കിൽ കൂട്ടാക്കിയില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Later, the rescue team forcefully took him to the boat, and after 10 minutes, his house was totally disappeared. Later, the rescue team, പിന്നീട് റെസ്ക്യൂ ടീം, രക്ഷാപ്രവർത്തകർ, ഫോഴ്സ്ഫുള്ളി ടുക്ക് ഹിം ടു ദ ബോട്ട്. ഫോഴ്സ്ഫുള്ളി എന്ന് പറഞ്ഞാൽ ബലം പ്രയോഗിച്ച് കൊണ്ടുപോയി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ടുക്ക് ഹിം ടു ദ ബോട്ട്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ടു ദ ബോട്ട്, ബോട്ടിലേക്ക് കൊണ്ടുപോയി. ആൻഡ് ആഫ്റ്റർ 10 minutes, 10 മിനിറ്റിന് ശേഷം, ഹിസ് ഹൗസ് വാസ് ടോട്ടലി ഡിസപ്പിയർഡ്, അയാളുടെ വീട് എന്തുണ്ടായത്? വാസ് ടോട്ടലി, മുഴുവനായും, ഡിസപ്പിയർഡ് എന്ന് പറഞ്ഞാലോ അപ്രത്യക്ഷമായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസുകളൊക്കെ എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പം നമ്മൾ ഈ വായിച്ച ഈ പാരഗ്രാഫ് അനുസരിച്ച് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് സ്വയം റിയലൈസ് ചെയ്യാൻ പറ്റും, അതായത് സ്വയം മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എത്രത്തോളം ഓരോ സെൻറ്റൻസും മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പം നമുക്ക് തുടങ്ങിയാലോ? വേർ വാസ് ഓൾഡ് മാൻസ് ഹൗസ്? ഓപ്ഷൻ എ, നിയർ എ പോണ്ട്. ഓപ്ഷൻ ബി, നിയർ എ റിവർ. ഓപ്ഷൻ സി, നിയർ എ സീ. അപ്പോൾ എന്താണ് ആൻസർ? നിയർ എ റിവർ. അപ്പോൾ ഇവിടെ എന്താ ചോദിച്ചത്? വേർ വാസ് ഓൾഡ് മാൻസ് ഹൗസ്? വൃദ്ധൻ്റെ വീട് എവിടെയായിരുന്നു എന്നാണ് ചോദിച്ചത്. നിയർ എ പോണ്ട് എന്ന് പറഞ്ഞാൽ കുളത്തിനരികിൽ, നിയർ എ റിവർ എന്ന് പറഞ്ഞാൽ നദിക്കരികിൽ, നിയർ എ സീ എന്ന് പറഞ്ഞാലോ കടലിൻ്റെ അരികിൽ. ഏതാണ് ആൻസർ? നിയർ എ റിവർ, നദിക്കരികിലായിരുന്നു ഓൾഡ് മാൻ്റെ വീട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദി ഓൾഡ് മാൻ സീ വെൻ ഹി ലുക്ക്ഡ് ഔട്ട് ഓഫ് ഹിസ് വിൻഡോ? ഓപ്ഷൻ എ, ഫിഷർമെൻ. ഓപ്ഷൻ ബി, ഫിഷർമെൻസ് ബോട്ട്. ഓപ്ഷൻ സി, വാട്ടർ അപ്പ് ടു ഹിസ് ബെഡ്റൂംസ് വിൻഡോ. ഓപ്ഷൻ ഡി, വാട്ടർ ഇൻസൈഡ് ഹിസ് ഹോം. അപ്പോൾ ഇവിടെ എന്താ ആൻസർ? ഓപ്ഷൻ സി, വാട്ടർ അപ്പ് ടു ഹിസ് ബെഡ്റൂംസ് വിൻഡോ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? എന്താണ് വൃദ്ധനായ അയാൾ ജനലിലൂടെ പുറത്തോട്ട് നോക്കിയപ്പോൾ കണ്ടത് എന്നാണ് ഇവിടെ ചോദിച്ചത്. അപ്പം അതിൻ്റെ ആൻസർ എന്താണ്? വാട്ടർ അപ്പ് ടു ഹിസ് ബെഡ്റൂംസ് വിൻഡോ. അതായത് കിടപ്പുമുറിയുടെ ജനൽ വരെ വെള്ളം എത്തിയതാണ് അയാൾ കണ്ടത്. വെൻ വാട്ടർ കെയിം അപ്പ്, വേർ ഡിഡ് ദി ഓൾഡ് മാൻ ഗോ ഫസ്റ്റ്? ഓപ്ഷൻ എ, ടോപ്പ് ഫ്ലോർ ഓഫ് ഹിസ് ഹൗസ്. ഓപ്ഷൻ ബി, റൂഫ് ടോപ്പ് ഓഫ് ഹിസ് ഹൗസ്. ഓപ്ഷൻ സി, നിയർ ദ വിൻഡോ. അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ എ, ടോപ്പ് ഫ്ലോർ ഓഫ് ഹിസ് ഹൗസ്. ഇവിടെ എന്താ ചോദിച്ചത്? വെള്ളം പൊങ്ങിയപ്പോൾ എങ്ങോട്ടാണ് വൃദ്ധൻ പോയത് ആദ്യം എന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് ആൻസർ? ടോപ്പ് ഫ്ലോർ ഓഫ് ദി ഹൗസ്, അതായത് മുകൾ നിലയിലേക്കാണ് പോയത്. വെൻ ദ ഫിഷർമെൻ ആസ്ക്ഡ് ഹിം ടു ഗെറ്റ് ഇൻ ടു ദ ബോട്ട്, ഹി വാസ് ഓപ്ഷൻ എ, റെഡി ടു ഗോ. ഓപ്ഷൻ ബി, റിലക്റ്റൻറ്റ് ടു ഗോ. ഓപ്ഷൻ സി, ഹാപ്പി ടു ഗോ. അപ്പോൾ എന്താണ് ആൻസർ? റിലക്റ്റൻറ്റ് ടു ഗോ ആണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? മത്സ്യത്തൊഴിലാളികൾ അയാളോട് ബോട്ടിലോട്ട് കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ അയാൾ സന്തോഷത്തോടെയാണോ പോയത്? അല്ല. റെഡി ടു ഗോ ആണോ? പോവാൻ തയ്യാറായിരുന്നോ? അല്ല. അപ്പോൾ റിലക്റ്റൻ്റ് ആയിരുന്നോ? അയാൾ വിസമ്മതിച്ചോ പോവാൻ? അപ്പോൾ അതാണ് ആൻസർ. അപ്പോൾ റിലക്റ്റൻറ്റ് ടു ഗോ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി ഫസ്റ്റ് എക്സസൈസ് കംപ്ലീറ്റ് ചെയ്തേക്കാണ്. ഇനി നമുക്ക് സെക്കൻഡ് എക്സസൈസിലേക്ക് പോയാലോ? അപ്പോൾ ഇത് തുടങ്ങണതിന് മുൻപ് നമ്മൾ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട 2 വാക്കുകളുണ്ട്. കുറേ പേർക്കൊക്കെ ഈ വാക്കുകൾ അറിയുന്നുണ്ടായിരിക്കും, അതിൻ്റെ മീനിങ് അറിയുന്നവരും ഉണ്ടായിരിക്കും. പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. സിനണിംസ് ആൻഡ് ആൻറ്റണിംസ്. സിനണിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
സെയിം മീനിങ്, അതായത് ഒരു വാക്ക് തന്നിട്ട് അതിൻ്റെ സിനണിംസ് പറയാൻ പറഞ്ഞാൽ ആ വാക്കിൻ്റെ അതേ അർത്ഥമുള്ള വാക്കുകൾ കണ്ടുപിടിക്കാനാണ് അതിൽ പറയുന്നത്. ആൻറ്റണിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് മീനിങ്, അതായത് അർത്ഥം വേറെ ആയിരിക്കും, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, വിപരീതമായിരിക്കും. അപ്പോൾ ഒരു വാക്ക് തന്ന് അതിൻ്റെ ആൻറ്റണിംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാലോ ആ കൊടുത്ത വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ നേരെ തിരിച്ചായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വേർഡ് തരും, അത് കഴിഞ്ഞ് 4 വേർഡ്സ് വേറെ തരും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം തരുന്ന വേർഡിൽ നിന്ന് അതേ മീനിങ് വരുന്ന വേറെ വേർഡ്സ്, ബാക്കി തന്ന 4 വേർഡ്സിൽ നിന്നും ഏത് വേർഡാണ് കറക്റ്റ് അതിൻ്റെ സെയിം മീനിങ് തരുന്നത് അത് കണ്ടുപിടിക്കണം. അതായത് ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, ഞാനിപ്പോൾ തരുന്ന വേർഡിൻ്റെ സിനണിം കണ്ടുപിടിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഫസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞാൽ റിലക്റ്റൻറ്റ്. ഇത് നമ്മൾ ഇതിൻ്റെ മീനിങ് കുറച്ച് നേരത്തെ മുൻപ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തരുന്ന ഓപ്ഷൻസ് റെഡി, അഗ്രിയബിൾ, വില്ലിംഗ്, റെസിസ്റ്റൻറ്റ്. എന്താണ് ആൻസർ? സിനണിം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, അതായത് അതേ മീനിങ് തരുന്നത് ഏത് വേർഡാണ്? റെസിസ്റ്റൻറ്റ്. സെക്കൻഡ് വേർഡ് ഹാപ്പി. ഓപ്ഷൻസ് ഡിസ്സാറ്റിസ്ഫൈഡ്, ജോയ്ലെസ്, ട്രബിൾഡ്, ജോയ്ഫുൾ. എന്താണ് ആൻസർ? ജോയ്ഫുൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ വേഴ്സ്. ഓപ്ഷൻ എ ഗുഡ്, ഓപ്ഷൻ ബി ബെസ്റ്റ്, ഓപ്ഷൻ സി ടെറിബിൾ, ഓപ്ഷൻ ഡി മൈനർ. എന്താണ് ആൻസർ? ടെറിബിൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ സ്ട്രാൻഡഡ്. അപ്പം നമ്മൾ പറഞ്ഞ ക്ലാസ് നന്നായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ആൻസേഴ്സ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓപ്ഷൻ എ കണക്റ്റഡ്, ഓപ്ഷൻ ബി അക്കമ്പനീഡ്, ഓപ്ഷൻ സി അബാൻഡൻഡ്. എന്താ ആൻസർ? അബാൻഡൻഡ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ വേർഡ്സിൻ്റെ ആൻസേഴ്സൊക്കെ അതിൻ്റെ സിനണിംസ് ആയിരുന്നു. എന്നാൽ ഓരോ ക്വസ്റ്റ്യൻ്റെ ഒപ്പം വന്ന ഓപ്ഷൻസിലാണെങ്കിലോ അതിൻ്റെ ആൻറ്റണിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു എക്സസൈസിലൂടെ എന്താ പഠിച്ചത്? നമ്മൾ കുറച്ച് ആ ഒരു വേർഡിൻ്റെ സിനണിംസും പഠിച്ചു, അതുപോലെ തന്നെ ആൻറ്റണിംസും പഠിച്ചു. ഇനി നമ്മൾ തേർഡ് എക്സസൈസിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷ് സെൻറ്റൻസ് ആയിട്ട് ഒന്നും കൂടിയും പറയാൻ പോവാണ്. അപ്പോൾ ഈസി ആയിരിക്കും നിങ്ങൾക്കിത് പറയാൻ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സെൻറ്റൻസ് പറയുമ്പോൾ അതിൽ 2 2 കൂടുതലോ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യണം. ഡ്യൂറിങ് ദ ഫ്ലഡ് ഇൻ കേരള ദ ഫിഷർമെൻ കം ആണോ, ഓർ കംസ് or came in hundreds with their clothes or fishing boats or vehicle in order to rescue people. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിത് ഡിവൈഡ് ചെയ്യാൻ പോവാണ്, 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം നമുക്ക് എടുക്കാം. ഡ്യൂറിങ് ദ ഫ്ലഡ് ഇൻ കേരള, കേരളയിൽ ഫ്ലഡിൻ്റെ സമയത്ത് ദ ഫിഷർമെൻ കം ആണോ, കംസ് ആണോ, കേം ആണോ? വെരി ഗുഡ്, യു ആർ റൈറ്റ്. കേം ആണ് ആൻസർ. അപ്പോൾ ഡ്യൂറിങ് ദ ഫ്ലഡ് ഇൻ കേരള ദ ഫിഷർമെൻ കേം, വന്നു എന്നാണ് പറയുന്നത്. കേം ഇൻ ഹൺഡ്രഡ്സ് വിത്ത് ദെയർ, എന്താണ് ആൻസർ? ക്ലോത്ത്സ് ആണോ, വെഹിക്കിൾ ആണോ, അത് ഫിഷിംഗ് ബോട്ട്സ് ആണോ? ഫിഷിംഗ് ബോട്ട്സ്. വെരി ഗുഡ്. ഇൻ ഓർഡർ ടു റെസ്ക്യൂ പീപ്പിൾ, അതായത് ആൾക്കാരെ രക്ഷിക്കാൻ എന്തും കൊണ്ടാണ് വന്നത്? ഫിഷിംഗ് ബോട്ട്സ്. There was a poor man who lived or living in a small house. എന്താണ് ആൻസർ വരിക? വെരി ഗുഡ്, lived. There was a poor man who lived in a small house. Old man looked out and he saw that water was nearly up to his bedroom window. എന്താണ് ആൻസർ? Old man looked out and he saw that water was nearly up to his bedroom window. The rescue team asked him to or did not ask him to get into their boat. എന്താണ് ആൻസർ വരിക? The rescue team asked him to get into their boat. The old man was reluctant or not reluctant to go. എന്താണ് ആൻസർ? The old man was reluctant to go. Finally, the rescue team forcefully or easily took him to the boat.
ഇതിൻ്റെ ആൻസർ എന്താണ്? കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പുതിയ വേർഡ്സ് ഒക്കെ ഒന്ന് പഠിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.